ഫുട്ബോളിനോടായിരുന്നു സാരംഗിന് ഏറ്റവും പ്രിയം. 17ാം പിറന്നാളിന് ഒരു ഫുട്ബോളുമായി അച്ഛനെത്തി. പക്ഷേ അത് വാങ്ങാൻ സാരംഗില്ല. മുന്നിലുള്ളത് അവൻ്റെ മരവിക്കാത്ത കൈകൾ മാത്രം. സാരംഗിൻ്റെ അതേ കൈകൾ കൂപ്പി നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ ഷിഫിൻ ആ അച്ഛനമ്മമാർക്ക് നന്ദി പറഞ്ഞു. ടയർ കമ്പനിയിൽ വെച്ചുണ്ടായ അപകടത്തിലാണ് പറവൂർ സ്വദേശി ഷിഫിന് തൻ്റെ ഇരു കൈകളും നഷ്ടമായത്. വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ആറ്റിങ്ങൽ സ്വദേശി സാരംഗിൻ്റെ കൈകൾ മരണാനന്തര അവയവദാനത്തിലൂടെ ഷിഫിന് ലഭിച്ചു. ഷിഫിനെ ഒരു നോക്ക് കാണാൻ സാരംഗിൻ്റെ അച്ഛനും അമ്മയും ആശുപത്രിയിലെത്തുകയായിരുന്നു. മൺമറഞ്ഞ മകൻ്റെ കൈകളെ ജീവന്റെ ചൂടോടെ ആ അച്ഛനും അമ്മയും ഒരിക്കൽ കൂടി ചേർത്ത് പിടിച്ചപ്പോൾ കണ്ടുനിന്നവരുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി. ഷെഫിൻ പിറന്നാൾ കേക്ക് മുറിച്ച് സാരംഗിൻ്റെ മാതാപിതാക്കൾക്ക് നൽകി. തനിക്ക് പുതുജീവൻ സമ്മാനിച്ച സാരംഗിൻ്റെ ഫോട്ടോ അതേ കൈകളിൽ പിടിച്ചു നിൽക്കുന്ന ചിത്രവും സമ്മാനിച്ചു. കണ്ടില്ലേ എൻ്റെ മോൻ്റെ കൈ? ഇനി എന്ത് വേണം നമുക്ക്? ഇനി എന്ത് വേണം? വെറുതെ മണ്ണിനടിയിൽ അഴുകിപ്പോവേണ്ട എൻ്റെ മോൻ്റെ 2 കൈകൾ ഇന്ന് ഷെറിനിലൂടെ ജീവിക്കുന്നു. അവൻ്റെ ആ ചൂടും തണുപ്പുമൊക്കെയാണ് ഞാൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കണ്ടില്ലേ എൻ്റെ മോൻ്റെ കൈ പിടിച്ച് അവൻ നമുക്ക് കേക്ക് തന്നു, എല്ലാം തന്നു. അത് കഴിഞ്ഞിട്ട് താണ്ട എന്നെ കെട്ടിപ്പിടിച്ചു, ഉമ്മ വെച്ചു, എല്ലാം ചെയ്തു തന്നു. അത് എന്തും പറയാൻ എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല സംഭവം. അവയവദാനത്തിൻ്റെ മഹത്തായ സന്ദേശം സമൂഹത്തിന് പകർന്ന സാരംഗിൻ്റെ അച്ഛനും അമ്മയ്ക്കും നിയമസഭാ സ്പീക്കർ നന്ദി പറഞ്ഞു. നിങ്ങൾ കാണിച്ച നിങ്ങളുടെ മനക്കരുത്താണ്. സാധാരണ 15-16 വയസ്സുള്ള മകൻ ചെറുപ്രായത്തിൽ അപകടത്തിൽപ്പെട്ട് മരിക്കുമ്പം ഒരു അച്ഛനും അമ്മയ്ക്കും സഹോദരനും ചിന്തിക്കാത്ത കാര്യം നിങ്ങൾ ചിന്തിച്ചു. നിങ്ങൾ അസാമാന്യ മനക്കരുത്ത് കാണിച്ചു. നിങ്ങൾ വളരെ പ്രോഗ്രസീവായ വ്യൂ ഉയർത്തിപ്പിടിച്ചു. വീണ്ടും വീണ്ടും ആ കൈകളെ അവർ തൊട്ടു തലോടി. തുന്നിച്ചേർക്കപ്പെട്ടത് മകൻ്റെ മരിക്കാത്ത ഓർമ്മകളാണ്. ഓരോ സ്പർശവും അനന്തമായ സ്നേഹമാണ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.